PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കമ്പനി ബോർഡ് LGSനും 10th പ്രിലിംസിനും വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കമ്പനി ബോർഡ് LGSനോ 10th പ്രിലിംസിനോ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ്സുകളും കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പൊതുവിജ്ഞാനം, മാത്സ്, സയൻസ്, കറണ്ട് അഫേഴ്സ്, SCRT, പ്രീവിയസ് ഇയർ സെറ്റ് അടങ്ങുന്ന ഫുൾ സെറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസും ഒക്കെ അവൈലബിൾ ആണ്. കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് 10th പ്രിലിംസ് കൂടാതെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, വെബ്കോ, LD, VFA, പ്രീ പ്രൈമറി, LPUP, കേറ്ററ്റ് എന്നിവയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഇതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി വരുന്നത്? കബനിയാണ് ഇതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി അല്ലെ? ഏതാണ്? കബനി. അപ്പൊ നമുക്ക് കബനി നദിയെ കുറിച്ച് നോക്കാം. കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഏത്? കബനി നദി എന്ന് പറയുന്നത്. കിഴക്കോട്ടോട് നദികൾ ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്ന 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ബാക്കിയുള്ള നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പൊ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന കബനി, ഭവാനി, പാമ്പാറിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? കബനി എന്ന് പറയുന്നത്. ആകെ നീളം എത്രയാണ്? 240 കിലോമീറ്റർ ആണ് കേട്ടോ. 240 കിലോമീറ്റർ ആണ് ആകെ നീളം. കേരളത്തിലൂടെ നദിയുടെ നീളം എന്ന് പറയുന്നത് 56.6 കിലോമീറ്റർ ആണ്. മൊത്തം 240 കിലോമീറ്റർ ഉണ്ടെങ്കിലും 56.6 കിലോമീറ്റർ ആണ് കേരളത്തിൽ കൂടി ഒഴുകുന്നത്. കബനി നദി ഒഴുകുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിലൂടെയാണ് കബനി നദി ഒഴുകുന്നത്. ഇനി കബനി നദിയുടെ ഉത്ഭവം എവിടെയാ? തൊണ്ടാർമുടി. വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില. കപില എന്ന് പറയുന്നത് എന്താണ്? കബനിയെ തന്നെയാണ് കപില എന്നും വിളിക്കുന്നത്. കബനി നദി പതിക്കുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ് കേട്ടോ. കാവേരി നദിയിലാണ് കബനി നദി പതിക്കുന്നത് എന്ന് ഓർത്തിരുന്നോളുക കേട്ടോ. അപ്പോൾ എന്താണ്? കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി. ആകെ നീളം 240 കിലോമീറ്റർ ആണ്. കേരളത്തിൽ കൂടി കബനി ഒഴുകുന്ന 56.6 കിലോമീറ്റർ മാത്രമാണ്. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ലയാണ്. കബനി നദിയുടെ ഉത്ഭവം തൊണ്ടാർമുടിയാണ്. വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയാണെന്ന് ഓർത്തോളുക. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില എന്ന് പറയുന്നത്. കബനി നദി പോയി പതിക്കുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ്. എവിടെയാണ്? കാവേരി നദിയിലാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ കബനി നദിയിലാണ് ഏറ്റവും വളരെ പ്രശസ്തമായിട്ടുള്ള കുറുവ ദ്വീപ്. കുറുവ ദ്വീപ് വളരെ പ്രശസ്തമായ കുറുവ ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കബനി നദിയിലാണെന്ന് ഓർത്തോളുക. അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇരവികുളം ദേശീയോദ്യാന സംരക്ഷിത മൃഗം ഏതാണ്? അത് വരയാടാണ് കേട്ടോ. ഏതാണ്? വരയാട്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഏത്? ഇരവികുളം കേട്ടോ. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ 1978 ഇരവികുളം വരുന്നത്. 1978 ഇടുക്കി ജില്ലയിലാണ് ഇത് വരുന്നത്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. ഏത് താലൂക്കിലാണ്? ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഏത്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനവും ഇരവികുളമാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനവും ഏത് തന്നെയാണ്? ഇരവികുളം തന്നെയാണ്. ഈ ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത് 1975 കേട്ടോ. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1978 1978 ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. 1975 ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ സംരക്ഷിത മൃഗം ഏതാണ്? വരയാടാണ് കേട്ടോ. വരയാടാണ് അവിടുത്തെ സംരക്ഷിത മൃഗം എന്ന് ഓർത്തിരുന്നോളുക. ഇരവികുളം ദേശീയോദ്യാനത്തിൽ തെക്ക് ഭാഗത്തെ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ്. വളരെ പ്രശസ്തമായ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് കേട്ടോ. ഏതാണ്? ആനമുടിയാണെന്ന് ഓർത്തിരുന്നോളുക. ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ് കേട്ടോ. ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന എവിടെ തന്നെയാണ്? ഇരവികുളത്ത് തന്നെയാണെന്ന് ഓർത്തോളുക. അപ്പോൾ കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ്. 1978 ഇത് വരുന്നത്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഈ ഒരു ഇരവികുളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത് 1975. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന, അതായത് ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. അതുപോലെ തന്നെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് കൊടുമുടി ആനമുടിയാണ്. ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനവും ഇരവികുളമാണെന്ന് ഓർത്തിരുന്നോളുക കേട്ടോ.
ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം, ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? ഗതികോർജമാണ് അല്ലെ. ഏതാണ്? ഗതികോർജമാണ്. അപ്പോൾ യാന്ത്രികോർജം എത്ര തരത്തിലുണ്ട്? 2 തരത്തിലാണ് യാന്ത്രികോർജം വരുന്നത്. ഒന്ന് ഗതികോർജവും മറ്റൊന്ന് സ്ഥിതികോർജം. അപ്പോൾ നമുക്ക് എന്താണ് യാന്ത്രികോർജത്തെ 2ആയി തരംതിരിക്കാം, സ്ഥിതികോർജം ആൻഡ് ഗതികോർജം. സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജത്തെയാണ് സ്ഥിതികോർജം എന്ന് വിളിക്കുന്നത്. എന്താണ്? സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജത്തെ സ്ഥിതികോർജം എന്നാണ് വിളിക്കുന്നത്. ജലസംഭരണി ശേഖരിച്ച് ജലത്തിന് ലഭ്യമാകുന്ന ഊർജ്ജം എങ്ങനെയാ? ജലസംഭരണി കെട്ടിക്കിടക്കുന്ന ജലത്തിന്റെ എപ്പോഴും എങ്ങനെയായിരിക്കും? സ്ഥിതികോർജമായിരിക്കും ഉണ്ടായിരിക്കുക. തറയിലൊരു വസ്തു സ്ഥിതികോർജം എങ്ങനെയായിരിക്കും? തറയിലൊരു വസ്തുവിന്റെ സ്ഥിതികോർജം എപ്പോഴും 0 ആയിരിക്കും. തറയിലൊരു വസ്തുവിന്റെ സ്ഥിതികോർജം എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും എന്ന് ഓർക്കുക. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജത്തെ എന്തെന്ന് വിളിക്കുന്നു? ഗതികോർജം എന്ന് വിളിക്കുന്നു. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം. ഗതികോർജം എക്സാമ്പിൾ പറയുവാണെങ്കിൽ പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം, ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക, ഇതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് എന്തിനു പറയാം? ഗതികോർജത്തിന് ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജത്തെ സ്ഥിതികോർജം എന്നും ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജ്ജത്തെ ഗതികോർജം എന്നുമാണ് വിളിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? ഏതാണ്? ആറ്റോമിക് റിയാക്ടറുകളാണ് ഗ്രീൻ എനർജി അല്ലാത്തത്. അപ്പോൾ എന്താണ് ഈ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിതോർജത്തിന്റെ മറ്റൊരു പേരാണ് അല്ലേ. എന്ത്? ഈ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ ഹരിതോർജത്തിന്റെ മറ്റൊരു പേരാണ്. അപ്പോൾ ഒരു പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഏത്? ഈ ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഹരിതോർജം. ഹരിതോർജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജ്ജത്തെയാണ് ഹരിതോർജം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങി ഉപയോഗിച്ച് ഉണ്ടാകുന്ന ഊർജ്ജത്തെ ന്യൂക്ലിയർ ഊർജ്ജം അല്ലെങ്കിൽ ബ്രൗൺ എനർജി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇത് എന്താണ്? ഈ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരി, പെട്രോളിയം തുടങ്ങി ഉൽപ്പാദിക്കുന്ന ഊർജ്ജവും ന്യൂക്ലിയർ ഊർജ്ജം അല്ലെങ്കിൽ എന്ന് വിളിക്കപ്പെടുന്നു ബ്രൗൺ എനർജി എന്നാണ് വിളിക്കപ്പെടുന്നത്. ആഗോള താപനം ഉൾപ്പെടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏത്? ഈ ബ്രൗൺ എനർജി. പക്ഷെ ഗ്രീൻ എനർജി അങ്ങനെ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സോളാർ. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? തരംഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് തരംഗമാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്? അൾട്രാസോണിക് ആണ് കേട്ടോ. ഏതാണ്? അൾട്രാസോണിക് ആണ്. അപ്പോൾ സമുദ്രത്തിന്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിന്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? സോണാർ. അപ്പൊ സോണാർ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന? സമുദ്രത്തിന്റെ ആഴം മനസ്സിലാക്കാനും മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് നിർണ്ണയിക്കാനും കടലിന്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ ലഭ്യമാക്കാനൊക്കെയാണ് സോണാർ ഉപയോഗിക്കുന്നത്. സോണാറിന്റെ ഫുൾ ഫോം എന്താണ്? സോണാറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നതാണ് നമ്മുടെ സോണാറിന്റെ ഫുൾ ഫോം കേട്ടോ. സോണാർ സംവിധാനം ഉപയോഗിക്കുന്ന ഗതാഗതം രംഗമേതാ? കപ്പൽ ഗതാഗതത്തിലാണിത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ചോദിക്കുകയാണെങ്കിലോ അൾട്രാസോണിക് സൗണ്ട് ആണ് ഇതിനകത്ത്, അല്ലെങ്കിൽ അൾട്രാസോണിക് ശബ്ദ തരംഗമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡോക്ടർ DS കോത്താരിയുമായി. ആരാണ്? ഡോക്ടർ DS കോത്താരിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ DS കോത്താരി കമ്മീഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യ ഗവൺമെന്റ് 1964 നിയമിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്? കോത്താരി കമ്മീഷൻ. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് 1964 നിയമിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇതിന്റെ അധ്യക്ഷൻ DS കോത്താരിയാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും ഇത് അറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? ഇന്ത്യൻ
ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നത് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ DS കോത്താരിയാണ്. ഡോക്ടർ DS കോത്താരിയാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ദെൻ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ്. ഇനി ത്രിഭാഷാ പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത കമ്മീഷൻ. ത്രിഭാഷാ പാഠ്യപദ്ധതി ശുപാർശ ചെയ്തതും കോത്താരി കമ്മീഷനാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് 1964 നിയമിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നത് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത് ഡോക്ടർ DS കോത്താരിയാണ്. 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ്. ത്രിഭാഷാ പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത കമ്മീഷൻ കൂടിയാണ് ഏത്? കോത്താരി കമ്മീഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10 ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്താണ്? ഡിസംബർ 10. UN ചാർട്ടറിന്റെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖയാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പോൾ UN ചാർട്ടിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖ ഏതാ? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ഈ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് 1948 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വരുന്നത്. എന്നാണ്? 1948 ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്താണ്? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ഓർത്തിരുന്നോളണം കേട്ടോ. എന്താണ്? 1948 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കമ്പനി ബോർഡ് LGSന്റെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, 10th പ്രിലിംസ്, VFA, പ്രീ പ്രൈമറി, LPUP, KTET എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസോ മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസോ സ്പെഷ്യൽ ക്ലാസ്സുകളോ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.